വിലമതിക്കാനാവാതെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണമായിരുന്നു അത്. അതിനാണ് തിരുവാഭരണം എന്ന് പറയുക. ആ തിരുവാഭരണം ഗുരുവായൂരപ്പൻ്റെ പോയിട്ട് കിട്ടിയില്ല. എന്നിട്ട് രണ്ടാളെ പേരിൽ കേസെടുത്തു. കാക്കാട് ദാമോദരൻ നമ്പൂരി, മകൻ ദേവദാസ് നമ്പൂരി. ഒരു ഏഷ്യാനെറ്റാണ് അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 1993 ഇതിനെല്ലാം പരിശോധിച്ചിട്ട് ഇതെല്ലാം കളവായിരുന്നു, ഈ അന്വേഷണം ശരിയായിരുന്നില്ല, ഈ പിടിച്ച ആളല്ല യഥാർത്ഥത്തിൽ സംഭവം നടത്തിയത് എന്ന കാര്യം പുറത്തുകൊണ്ട് വന്നു. ഹൈക്കോടതി പ്രത്യേക അന്വേഷണം നടത്തി. അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് കൃഷ്ണനുണ്ണിയെ ചുമതലപ്പെടുത്തി. അവരാണ് ഞെട്ടിപ്പിക്കുന്ന കഥ പിന്നീട് പുറത്തുകൊണ്ട് വന്നത്. ഇതൊക്കെ UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എവിടെ പോയി തിരുവാഭരണം? അതിന് ഒരു തരി സ്വർണ്ണം തിരിച്ചു കിട്ടിയില്ലല്ലോ. അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് പരിശോധിക്കണം. ഇവിടെ SIT കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. ഒരു തരി സ്വർണ്ണം ഒഴിയാതെ കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഉറച്ച വിശ്വാസം. അതിനാരായാലും അവരെ പേര് നടപടിയെടുക്കും, നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അത്രയും കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPIM. അതിനെപ്പറ്റി പറയുന്നത് പാർട്ടി നടപടി നിങ്ങൾക്ക് തിരക്ക്. പാർട്ടി നടപടി ഗുണമാണ്ടത് ഈ പാർട്ടിയിൽ തീരുമാനിക്കുക. അയാൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊന്നും പോയിട്ടില്ലല്ലോ. അയാൾ ജയിലിലല്ലേ ഉള്ളത്. ഈ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ എല്ലാം ശരിയായ നിലപാട് സ്വീകരിക്കും. അതിനൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട. പാർട്ടി ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് കുഴപ്പം തന്നു. നടപടി എടുക്കുമല്ലോ, പോരെ? ആവശ്യമായ എന്താ സംശയം? ആവശ്യമായ നടപടി സ്വീകരിക്കും. നിങ്ങൾക്ക് അതിൽ വെപ്രാളൊന്നുമില്ലല്ലോ. ഒരായുധമില്ല. UDF ആയുധം പറയാൻ വേണ്ടിയില്ല. ഇതുപോലെ ഒരു 9.5 കൊല്ലം ഭരണം നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ 9.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെൻറ്റിനെയോ പ്രതിക്കൂട്ടാനാക്കാൻ ഒരായുധവും ഇല്ലാതെ സ്വന്തം പ്രതിക്കൂട്ടിലായി ഇതുപോലൊരു പ്രതിപക്ഷം ഈ ഭൂമുഖത്ത് വേറെ എവിടെയെങ്കിലുണ്ടോ? അല്ല, ഇത് കേൾക്ക്, ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഉണ്ടോന്ന് എവിടെയെങ്കിലുണ്ടോ? ഉണ്ടോ? കേട്ടില്ലല്ലോ. അത് മതി. ഇനി ചോദിച്ചോ. ഇതുപോലെ വീട്ടിലായി പോയ ഒരു പ്രതിപക്ഷം വേറെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന്. ഞങ്ങൾ എടുക്കുന്നല്ലേ പറഞ്ഞാൽ. നടപടി എടുക്കും, ഉറപ്പായും എടുക്കും. അതിന് നിങ്ങൾ പറയുന്ന പോലെ അല്ല എടുക്കുക. ഞങ്ങളുടേതായ നിലപാടുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സംഘടനാപരമായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതിലൊന്നും ബേജാറാവണ്ട. ജയിലിൽ നിന്ന് പുറത്തു വന്നാലും പുറത്ത് വന്നില്ലെങ്കിലും ഉള്ളിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പത്രമാധ്യമത്തിൻ്റെ പിന്നിൽ പോയിട്ട് നടപടിയെടുക്കാനൊന്നും CPIM ഇല്ല. അതാ കാര്യം. എന്ത് മാതൃക? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാതൃകയോ? എന്ത് മാതൃക? ജയിലാകുന്നതിന് മുമ്പേ അവൻ്റെ മുമ്പിൽ ഇവരെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കെട്ടിക്കിടന്നിട്ട് അവസാനം കെട്ടിക്കിടന്നതിൻ്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് UDFകാർ അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചു എന്ന് വരുത്തിയത്. അയാൾ ഒരു നടപടി സ്വീകരിച്ചില്ല. അതെ, മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക, അങ്ങനെ പരിപാടി നമുക്കില്ല. വെറുതെ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. CPIMനെ സംബന്ധിച്ചിടത്തോളം മുഖത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രക്ഷിക്കേണ്ട വേറെ ഒരു കരസേവ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിൻ്റെ അകത്ത് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അന്നുമില്ല, ഇന്നുമില്ല. പ്രചരിപ്പിച്ചോട്ടെ. അത് ഇതൊന്നും തമ്മിൽ താരതമ്യമില്ല. വെറുതെ വർത്താനം പറയാനാണ്. ആര് വിമർശിക്കുന്ന പറയുന്നത്? നിങ്ങൾ കോൺഗ്രസ്സുകാരാണ് വിമർശിക്കുന്നത്. LDF വിമർശിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാർ വിമർശിക്കുക. കേരളം മുഴുവൻ വിമർശിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റാരുടെയെങ്കിലും താരതമ്യമുണ്ടോ? എൽദോസിൻ്റെ താരതമ്യം പറ്റുമോ? പിന്നെന്താ സമാധാനം? പിന്നെ അതിലെന്താ പിന്നെ വേറെ പറയാതെ? CPIMന്റെ നേതാക്കന്മാരാരുമില്ല. ആരാ? പാർട്ടി മെമ്പർ പോലല്ല. അത് മനസ്സിലായില്ല ഇതുവരെ. പാർലമെന്ററി പാർട്ടി അംഗമാകുക എന്ന് പറഞ്ഞാൽ MLA ആണ്. MLA എന്ന് പറഞ്ഞ MLA പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് പാർട്ടിയിൽ തീരുമാനിക്കുക. അങ്ങനെയുള്ളവർ ആർക്കും മത്സരിക്കുക. നടപടി എടുത്തിട്ടില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് കൊടുത്ത ആൾ തന്നെ ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നവരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്ത് വേണം എന്നുള്ളത് കേസ് വരട്ടെ, തീർന്നിട്ട് ആലോചിക്കാം. തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുന്നാൽ ഞങ്ങൾ കേസ് നടത്തി പൂർത്തിയായതിനു ശേഷമേ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താകുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ.
എന്താ തീരുമാനിക്കാതെ? അല്ല, നിങ്ങൾ എന്താ തീരുമാനിക്കാതെ? അതാ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറ. ആ ചോദ്യത്തിൽ മാതൃകയൊന്നും വേണ്ട. ഇവിടെ മാതൃക പലതും മാതൃകയുണ്ട്. എല്ലാറ്റിനും മാതൃകയൊന്നും ഉണ്ടാവില്ല. ചിലതിന് പുതിയ മാതൃക ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ രാഹുൽ മാക്കൂട്ടൻ ഇതുപോലെ ലോകത്ത് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ, നിരവധിയായ, ഒന്നും രണ്ടും ഒന്നുമല്ല, നിരവധിയായ ആൾ, 18 ഇവൻ പറയുന്നത്, 3 ആളിപ്പോൾ വന്നിട്ടുണ്ട്. നിരവധിയായ ആളുകൾ അവരെ ഗർഭിണിയാക്കുക, അതുപോലെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുക, അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക, ലോകം മുഴുവൻ അറിയുക. കോൺഗ്രസ്സുകാരനെ അതിശക്തിയായിട്ട് ഇതിനെ എതിർക്കുക, അതിന് സൈബർ സെല്ല് കൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക. ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുമോ? നിങ്ങളുടെ ആർഗ്യുമെൻ്റ് തന്നെയാണ് അത്. ഒരാളെ നിങ്ങളുടെ ആർഗ്യുമെൻ്റാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആ രാഹുൽ മാക്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ ഒളിവിൽ താമസിപ്പിക്കുന്ന കോൺഗ്രസ് അല്ലേ ഇപ്പോഴും? അതെ. ഈ ഒളിവിലായി അല്ല, പിടിക്കാൻ രാജ്യത്ത് പിടിക്കാൻ കിട്ടിയാലേ പിടിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഇവിടെ വരുമെന്ന് പറഞ്ഞു, അവിടെ കാസർഗോഡ്, അവിടെ പോയി നോക്കിയിട്ട് ആളെ കിട്ടിയോ? കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുകയാണ്. അതാ കാര്യം. ഒരാളുടെ മൊബൈൽ റേഞ്ച് കിട്ടി, അയാൾ സുള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു. സുള്ളിയിൽ പോകുമ്പോഴേക്ക് സുള്ളിയിൽ നിന്ന് മാറും. അങ്ങനെ കർണാടകത്തിൽ പോയി തമിഴ്നാട് പോയി എല്ലാ സ്ഥലത്തും പോയി പിടിക്കും. എനിക്കതിൽ യാതൊരു സംശയമില്ല. രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒളിപ്പിച്ചാലും പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അല്ല, SIT ചോർന്നു പോകുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ട് അവരോട് ഞാനാരാ? ഞാൻ SIT വെക്കാറാ? കേട്ട വിചാരിക്കുമല്ലോ അങ്ങനെ ഒരാളാ ഞാൻ. പിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശുഭപ്രതീക്ഷയുള്ളവരാകും. എപ്പോൾ നിഷേധാത്മകമായ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. പിടിക്കും. 9 ദിവസം ഒരു ചെറിയ ദിവസമല്ലേ? ഇനി എത്ര ദിവസം കിടക്കുന്നു? പിടിച്ചോളൂ. ഇതുവരെ പിടിച്ചില്ല. എത്ര കൊല്ലായി പിടിച്ചിട്ട്? 1985 ഏപ്രിൽ 1-ാം തീയതി. എന്നിട്ട് എത്ര കൊല്ലായി? പിടിച്ചോ? ഏതെങ്കിലും ഒരാളെ പിടിച്ചോ? ഒരാളെ പിടിക്കുകയോ ഒരാളെ പിടിച്ചതിന് ശേഷം ഇന്നെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു, ഞങ്ങൾ സ്വർണം പിടിച്ചിരിക്കുന്നു പറഞ്ഞോ UDF? എവിടെ പുനരന്വേഷണം നടത്തിയല്ലോ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. കമ്മീഷൻ കിട്ടിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അറിയിക്കുക എല്ലാവരും കൂടി. ഞാനോടായിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് UDFന്റെ കാലത്താണെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ സ്വർണ്ണ കൊള്ള നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാ. ഒന്നും പറഞ്ഞില്ല. ഒരു മറുപടി പറഞ്ഞു ഇന്നേവരെ പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അവർ മറുപടി പറയുകയോ ചെയ്യുക. അതെനിക്ക് എൻ്റെ ആവശ്യമല്ല. പക്ഷേ നിങ്ങളിങ്ങനെ എന്തോ ഒരു കൊള്ള ഇപ്പം നടന്നിട്ടുണ്ട്, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട സംഭവം, കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു തരി സ്വർണം തിരിച്ചു കിട്ടാത്ത രീതിയിൽ അമൂല്യം എന്ന് നിങ്ങൾ പറയുന്ന എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ വേറെ വിലയൊന്നുമില്ല, വില കൽപ്പിക്കാൻ പറ്റുന്നതല്ല. അത്ര അമൂല്യമായ തിരുവാഭരണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കാ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുക? UDF ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ? അതാ ചോദിച്ചത്. ഇല്ല അത് ഇത് നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഇത് പറയേ, ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു, അത് സ്വർണം മുഴുവൻ തിരിച്ചു പിടിക്കും. അല്ല അത് സൂചിപ്പിക്കണം, ഒന്ന് ഓർമ്മിപ്പിക്കണം. ഭൂമിയെ നമ്മൾ പറയുമ്പോൾ ഒരു ഭൂതകാലം പറയണ്ടേ? അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത്ര കണ്ടാൽ മതി കേട്ടാ. ശരി. ആരെ കോൺഗ്രസ് എന്തിനാണ് നടപടി എടുത്തിരുന്നു? അല്ല കോൺഗ്രസ് നടപടി എടുത്തേ. നിങ്ങൾ ഈ നടപടി എന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് പുറത്താക്കി? അതിന് വേറെ വഴിയില്ലല്ലോ. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ ഗത്യന്തരില്ലാത്ത രീതിയിൽ നിലപാട് സ്വീകരിച്ച് ആരും അവരിടയിലുള്ള കുഴപ്പമാണ്. കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെയുള്ള കുഴപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതല്ലേ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, നീ അധികം പറഞ്ഞാൽ ഞാൻ മുഴുവൻ പറയും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, രാജ്മോഹൻ ഉണ്ണിത്താനല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ എത്ര പരാതികൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, രമേശ് ചെന്നിത്തലയല്ലേ. അപ്പോൾ പരാതി കിട്ടാണ്ടല്ല, പരാതി കിട്ടിയിട്ടും കുറേ പരാതി കിട്ടിയതിന് ശേഷമാണ് കോൺഗ്രസ് നടപടി നടത്തുന്നത്. യെസ്, ചെയ്യുന്നു. ആര്? അല്ല, കോൺഗ്രസിനാണ് ഐശ്വര്യം. കോൺഗ്രസിൻ്റെ ഐശ്വര്യം അതാണല്ലോ ചെറിയ ഫിലിപ്പ് പറഞ്ഞത്. അടുത്ത മുഖ്യമന്ത്രിയാവുന്നു. ആര് ആവേണ്ട ആളല്ലേ? ഷാഫി പറമ്പിൽ ഏതാണ്ട് ഇതേ ഒരേ മുഖത്തിന് കെട്ടേണ്ട ആളുകൾ തന്നെയാണ്.
ഇപ്പോ KPCC പ്രസിഡന്റ് ഒരു ആരോപണം വന്നിരിക്കുന്നു. MP ഗോവിന്ദൻ പത്തനംതിട്ടയിൽ എത്തിയത് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഉറപ്പ് നൽകാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത് മറ്റുള്ളവരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു. ആരെ പേര് പറഞ്ഞോട്ടെ പോരെ, അതാണ് സണ്ണിക്കുള്ള മറുപടി. ആരെ പേരും പറഞ്ഞോട്ടെ, അതിനൊന്നും സംരക്ഷിക്കണം ഉത്തരവാദിത്വം എനിക്കില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എന്ന് നിങ്ങൾ ഈ സണ്ണി പറയുന്ന പോലെ ആ കാര്യം. പക്ഷേ അല്ല, കോടതി നിരന്തരം ജാമ്യം പോലും നിഷേധിക്കുന്ന ഒരാളെ നിഷേധിച്ചോട്ടെ. പാർട്ടി സംരക്ഷിക്കുന്നത് എന്തിന് പാർട്ടി സംരക്ഷിക്കുന്നത്? ആര് പാർട്ടി സംരക്ഷിക്കൂല എന്നല്ലേ ഉറപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? മലയാളം മനസ്സിലാകുന്നില്ലേ? അല്ല, മലയാളം എന്താ ചോദിക്കുന്നത്? പിന്നെ പാർട്ടി പുറത്താക്കാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? ജയിലിൽ സംരക്ഷിക്കുന്നതാ. അത് ജുഡീഷ്യൽ കസ്റ്റഡി അല്ലേ, പാർട്ടി സംരക്ഷണം അല്ല. ഈ കോടതിയുടെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്നതിന് എന്താ പറയുക? റിമാൻഡ്. എന്ത് ആരെ കസ്റ്റഡിയിലാ? കേക്ക് ആരെ കസ്റ്റഡിയിലാ? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തിൻ്റെ സംരക്ഷണമാണെന്ന്? ഞങ്ങൾ ആരെ സംരക്ഷിക്കാനാ? ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, പകുതി ബന്ധ നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. വിവരങ്ങൾ കൃത്യമായിട്ട് വരട്ടെ, വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത്രയും പറഞ്ഞു, എല്ലാ ദിവസവും പറഞ്ഞു. എന്നിട്ടും മറുപടി പറയാൻ സാധിക്കാതിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും തോന്നിയ ദിവസം പറയുക. അതിന് പറയുന്ന മറുപടി ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. കോൺഗ്രസ് ഷാഫി അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി. അല്ല, ജയിലിൽ പോകാൻ പഠിച്ചിട്ടല്ലേ അണ്ടർഗ്രൗണ്ടിലല്ലേ? അല്ല, ഇപ്പം എന്ത് വിവരം കിട്ടിയ ഞങ്ങൾക്കിപ്പോൾ? പറ, എന്താ കാര്യം? പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതല്ലേ. അതിന് ഇവരെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ള കാര്യം വരട്ടെ, വരുമല്ലോ. അതിന് നിങ്ങൾക്ക് വെപ്രാളം എന്തിനാണെന്ന് ആവശ്യമില്ലാതെ വെപ്രാളപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്കില്ലാതെ വെപ്രാളം നിങ്ങൾക്ക് എന്തിനാ? ഞങ്ങളുടെ കേരളം സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഈ കുറ്റങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം. അത് നിങ്ങളുടെ കടലാസിലല്ലേ? നിങ്ങളുണ്ടാക്കിയ കടലാസിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാം അറിയും. ഞങ്ങളുടെ മുമ്പിൽ അത് വന്നോ? വരട്ടെ, അതെല്ലാം വരും. അത് മുഴുവൻ വരും. വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കും. ഏത്? അല്ല, നിലവിലുള്ളത് ഇനിയും മാറുമല്ലോ, പുതിയ വരുമല്ലോ, പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതും കൂടി വരട്ടെ. SIT-നെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും പിടിച്ചിട്ടുണ്ട്, ഇനിയും പിടിക്കുന്നല്ലേ പറഞ്ഞാൽ. ഇല്ല, SIT-ൻ്റെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. SIT ആയിട്ട് യാതൊരു തരത്തിലുള്ള തർക്കവും ഞങ്ങൾക്കില്ല. SIT-ക്ക് പരിപൂർണമായ പിന്തുണയാണ്. ആരെ പിടിക്കുന്നതിനും ഞങ്ങൾ പൂർണ്ണമായി യോജിപ്പുമാണ്. അതിൽ തർക്കമില്ല. അതിൽ നമ്മൾ എന്തിനാ വിചാരം? ആയിക്കോട്ടെ, നിഗമനങ്ങളല്ലേ, ആയിട്ടില്ല. പൂർണ്ണമാവട്ടെ. ഇനി 1.5 മാസം കൂടി ഉണ്ടല്ലോ അന്വേഷിക്കട്ടെ, പൂർണ്ണമായിട്ട് അന്വേഷിച്ച് വരട്ടെ. ഞങ്ങൾക്ക് അതിൽ തിരക്കൊന്നുമില്ല, പോരെ. ഒരു സംശയമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് നാളെ വാർത്ത കൊടുക്കാനാണ്. നിങ്ങളല്ല ഓരോന്നിങ്ങനെ ഉദ്ദേശിച്ച് നടക്കുന്നത്. അങ്ങനെ വളരെ ലളിതമായിട്ട് ഉത്തരം എൻ്റെ ഭാഗത്തുണ്ടാവുന്നു. അത് നിങ്ങൾക്കൊരു വാർത്തയാക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? അതന്നെയാണ്. ഇല്ലില്ല, സസ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. പാർട്ടിക്ക് ഇതെല്ലാം സംബന്ധിച്ച് എത്രത്തോളം എങ്ങനെയൊക്കെ എന്നുള്ളതിനെപ്പറ്റി വ്യക്തത വന്നാൽ പാർട്ടി നിലപാട് സ്വീകരിക്കും. അതാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ മലയാളമല്ലേ പറഞ്ഞത്? അത് കൊടുക്കാനാണ്. എൻ്റെ വായ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ വായ നിങ്ങളുണ്ടാക്കുകയാണ്. വ്യക്തത വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കാര്യങ്ങൾ പുറത്ത് വരട്ടെ. അത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളേതാ പത്രം? വീക്ഷണം. വീക്ഷണത്തിന് പിന്നെ ഭയമൊന്നും വരില്ല. അത് വിശ്വാസ. ശരി, ആയില്ലേ?